അപ്പോ ഈ ലോകത്തിന് അനുഗ്രഹമായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മുടെ ഈ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ നിനക്ക് നന്മ പഠിപ്പിച്ചു തന്നാൽ, നന്മ എന്ന് പറയുമ്പോൾ ഭൗതികമായ രീതിയിലൂടെ നാം ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് നിങ്ങളോട് പറയുന്നു, ഞാൻ അവരെ ഒരു വഴി കാത്തിരിക്കാൻ നീ അങ്ങോട്ട് വാ, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു വലിയ സത്യമുണ്ടാൻ പോകാം, നമ്മൾ മറക്കതിന്റെ വഴി അറിഞ്ഞുകൊള്ളാം. ഇങ്ങനത്തെ ഒരു അവസരത്തിൽ ആ ചങ്ങാതിയെ കാത്തിരുന്നുകൊണ്ട് നിൽക്കുന്ന മറ്റൊരു ചങ്ങാതി അവനെ കാത്തിരിക്കുകയാണ്. അവൻ വന്നതിന് ശേഷം അവൻ സത്യമുണ്ടാൻ വേണ്ടി പോകും. ശേഷം സത്യമുറക്കൊണ്ടുവിളിച്ച് അവരെ ചോദിക്കുന്നു, എനിക്ക് വഴി അറിയാവുന്നില്ലേ? എനിക്കറിയില്ല, നീ ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് സമൂലമായ ആഹാരം കഴിക്കാൻ കഴിഞ്ഞത്. ഇങ്ങനത്തോടെ നീ ഭൗതികമായതുകൊണ്ട് തന്നെ ചിന്തിച്ചാലും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. ചില സുഹൃത്തുക്കൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശിഫായിൽ പോലുള്ള അതായത് വഴികാട്ടി എന്ന് പറഞ്ഞാൽ ഒരു വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ള പറഞ്ഞതുപോലെ വൈകോട്ടനായിക്കൊണ്ടാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യ സമൂഹത്തിൽ നിന്നും അലങ്കരിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചിത്രീകരിക്കുന്ന ഒരു രൂപമാണത്. ഒരു മനുഷ്യന് അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യരിൽ നിന്നും അനേകം ഉത്കൃഷ്ടരായിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. സയ്യിദുൽ ബശർ, മനുഷ്യരുടെ നേതാവെന്ന ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അത് പറഞ്ഞു കൊടുക്കുക, അറിയിച്ചു കൊടുക്കുന്ന മനുഷ്യനിലേക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ള മാത്രം വെച്ച് കേവലം ഒരു പണി മാത്രമാക്കിക്കൊണ്ടാണ് നമ്മുടെ സമൂഹത്തിലോട്ട് ഇങ്ങനത്തെ ഓരോ കടന്നുകയറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനേകായിരം സ്വഹാബത്തുണ്ടായി. ഈ സ്വഹാബത്തുകളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടത് കേവലം ഒരു മനുഷ്യനായി കൊണ്ടല്ല, അവരുടെ മുഴുവൻ നേതാവായിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. മാത്രമല്ല, എന്ത് പ്രത്യക്ഷവും എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ കണ്ടെത്തിയിരുന്നു. എന്ത് ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും, എന്ത് സന്തോഷമുണ്ടായാലും, എന്ത് ദുഃഖമുണ്ടായാലും ആദ്യം അറിയപ്പെടുന്നത് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയായിരുന്നു. കാരണം അവിടുത്തെ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ് അത്രമാത്രമായിരുന്നില്ല സഹാബത്തിനുണ്ടായിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ തലമുടി അഥവാ ഹറമിന്റെ അടുത്ത് നിന്ന് തന്നെ തലമുടി എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മുടികളും കൊടുത്ത് ഓരോ സഹാബത്തിന്റെ കയ്യിലങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. വടക്കത്തിന് വേണ്ടി എല്ലാ സഹാബത്തും മടങ്ങാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിലുള്ള ഓരോ മുടിയും ഓരോ സഹാബത്തും കലർത്താം. മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവെടുക്കുന്ന സമയത്ത് അവിടുന്ന് കാലിലൂടെയും കയ്യിലൂടെയും വായയിലൂടെയും ഒഴിവാക്കുന്ന ആ ജലങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കുന്ന ആ ജലം ഭൂമിയിലേക്ക് പതിക്കാൻ അനുവദിക്കുമായിരുന്നില്ല. അത് ഭൂമിയിൽ കത്തുന്നതിന്റെ മുമ്പ് അവരെ നിഷേധിക്കുമായിരുന്നു. റസൂലുള്ളാഹിനെ കത്തുന്നതിന് തുപ്പിയാൽ അതും ഭൂമിയിൽ കത്തുന്നില്ല. സഹാബത്തെ പിടിച്ചിട്ട് അവന്റെ മുഖത്ത് വിളക്കുന്നു. ഓരവന്റെ ശരീരത്തിൽ വേറെയുള്ള ഭാഗങ്ങളിൽ തലവേദനയും തലയിൽ ഏത് ഭാഗത്തുനിന്ന് പുറത്തിയോ അതിനെ ശിക്ഷനാണ് കാണുന്നത്. ഇത് സാധാരണ മനുഷ്യനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അന്നത്തെ സഹാബത്തിനുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പറയുന്നു. അതുകൊണ്ട് പറഞ്ഞില്ലേ, എന്റെ
എന്റെ എല്ലാത്തിനേക്കാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ ഒരുപാട് സഹായികള് നിങ്ങൾ കേട്ടിരിക്കാൻ പറഞ്ഞു സഹായികളുണ്ടാകുന്ന വികാസങ്ങളിൽ നമുക്ക് വഴിയാണ് ആ ജീവിക്കുക ഈ മാതാവിനെയാരും പരിചരിക്കാൻ മറ്റൊരാളുമില്ല ഭക്ഷണം കൊണ്ട് കൊടുക്കാനാവില്ല വേണം കൊടുക്കാനാവില്ല ഭക്ഷണം മാറ്റത്തിനുള്ള മറ്റൊരുപാടുമാറില്ല മാത്രമാണ് തന്നെ മാതാവിനെ അഗ്രഹമായിട്ടുള്ളത് അവസരത്തില് ഒരുപാട് ഉൾപ്പെടുത്തുന്ന ഒരുപാട് കാരണമെല്ലാം അത് മാത്രമല്ല തങ്ങൾ ജന്മത്തോട് പല്ലിന്റെ ചെറിയ ഭാഗങ്ങൾ ഇവർ മനസ്സിലാക്കാനൊക്കെ സ്നേഹമാണ് ഈ കാണിക്കുന്നതെന്ന് അങ്ങനെ